ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഈ ഒരു വീഡിയോയില് കുറെ അധികം പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ NIT കാലിക്കറ്റിനെ കുറിച്ച്, അതായത് കേരളത്തിലുള്ള MBA ഓപ്ഷൻസിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതായത് കുറെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തു പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്, കേരളത്തിൽ തന്നെയുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും കൊണ്ട് കേരളത്തിൽ മൂവ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് കേരളത്തിലുണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ് നമ്മൾ NIT കാലിക്കറ്റിന്റെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ അപ്പാരന്റ് അതിനുശേഷം നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ ഒരു 6 months ബാക്ക് എനിക്ക് ക്യുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റില് ഒരു ടോക്കിന് ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായി. സോ അവിടെ പോയി എനിക്ക് അവിടുത്തെ സ്റ്റുഡൻസുമായിട്ടും ഫാക്കൽറ്റീസുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിലാണ് ക്യുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എത്രത്തോളം നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മളെ കേരളത്തിൽ തന്നെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ജസ്റ്റ് ടു ഗിവ് എ കോണ്ടെക്സ്റ്റ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ബി സ്കൂൾസിന്റെ അത്ര തന്നെ പഴക്കമുള്ള, വളരെ അധികം പഴക്കം ചെന്ന ഒരു ബി സ്കൂളാണ് ശരിക്കും ക്യുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ഇതെനിക്ക് പണ്ടോട്ട് അറിയാം, കാരണം ഞാൻ പഠിച്ചത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, വിച്ച് ഇസ് വെരി നിയർ ടു ക്യുസാറ്റ്. സോ ക്യുസാറ്റ് ക്യാമ്പസിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ സോംസിന്റെ ഫെസ്റ്റിവലിനെ കുറിച്ച് സോംസിന്റെ ഞാൻ എം ബി എയെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ തന്നെ സോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബി സ്കൂൾ ഉണ്ടെന്നും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് അറിയാമായിരുന്നു. സോ എന്തായാലും നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ഫായിസ് ആണ്. സോ ഫായിസിനെ ഞാൻ മീറ്റ് ചെയ്യുന്നതും ഈ ഒരു ഇവന്റിന് ഞാൻ അവിടെ ടോക്കിന് പോകുന്ന സമയത്താണ്. സോ വെരി എനർജറ്റിക് പേഴ്സണാലിറ്റി. ആൻഡ് അവിടുത്തെ കൺസൾട്ടിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് ഫായിസ് ആണ്. അവിടുത്തെ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ആയിരുന്നു ഫായിസ്. സോ ഐ തോട്ട് ഹൂ എൽസ് ബെറ്റർ ദാൻ ഫായിസ് നമുക്ക് ക്യുസാറ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. സോ ഫായിസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫായിസ് എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയോ? എന്താണ് ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് എങ്ങനെയാണ് ക്യുസാറ്റിൽ എത്തിപ്പെട്ടത്? കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് തരാൻ വേണ്ടി, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. Sure. So first of all, thank you, Sahil. Thank you for having me here. പറയണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ, മൈ നെയിം ഇസ് ഫായിസ് മുഹമ്മദ്. ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ആഫ്റ്റർ മൈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് UG, I worked with a company for 2 years. അപ്പോൾ 2 years I've been in the business development role. That is where I picked up an interest in management. MBA പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒക്കെ വന്നത് ആ സമയത്താണ്. But then I was searching for colleges. So first of all, CUSAT was actually not a choice but a chance for me, which turned out to be a huge or an immense win for me, because ഞാൻ CAT കഴിഞ്ഞ സമയത്ത് 2023 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2022 CAT കഴിഞ്ഞ സമയത്താണ് MBAക്ക് പോകണം എന്നൊരു താല്പര്യവും ആഗ്രഹം എനിക്ക് വരുന്നത്. But by then it was late to aim for any B school outside Kerala. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് I just looked everywhere, I just asked around and understood that ക്യുസാറ്റിൽ SMS എന്നൊരു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. അവിടെ അത്യാവശ്യം, അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പും എനിക്കുള്ള പിക്ചർ ഓക്കെ, അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബി സ്കൂൾ ആണ് എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ഈസ് വെൻ ഐ കെയിം ഹിയർ ഐ അണ്ടർസ്റ്റുഡ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദി സ്കൂൾ, എത്രമാത്രം നമുക്ക് ഗുഡ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നപ്പോഴാണ്. വി വിൽ ടോക്ക് അബൌട്ട് ദി ഡീറ്റെയിൽസ് മൂവിങ് ഓൺ. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഐ റോട്ട് KMAT ആണ്. KMAT is also considered for admissions at SMS CUSAT. അപ്പോൾ ആ സമയത്താണ് ഞാൻ KMAT എഴുതി. അങ്ങനെ I went through the admission procedures and that is when I got in SMS CUSAT. Right now ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ MBA സ്റ്റുഡന്റ് ആണ് ക്യുസാറ്റിൽ. Our course is getting over in just 1 month. MBA മാർക്കറ്റിംഗും ഓപ്പറേഷൻസും ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. We have around 5 specializations that are being offered at CUSAT, and we also have dual specialization. So marketing, operations, HR, finance, analytics, and 5 different specializations ആണ് in which students can opt 2 specializations from them. So this is pretty much about എൻ്റെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ. പിന്നെ what I'm doing at CUSAT right now is Speak Out Club എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട് നമുക്കിവിടെ. I was the president for the club in my first year. And then my friend and I together started Insightex, which is a consulting club at CUSAT. I'm also serving as the industrial relations leader for the placement cell at CUSAT. So this is pretty much about me. Okay, great. Thanks a lot for the introduction. So ഇപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയത് പ്ലേസ്മെന്റ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ലീഡർ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. സോ അവിടെ തന്നെ തുടങ്ങാം. സോ ഞാൻ ഈ ഒരു ക്യുസാറ്റിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ എനിക്ക് റീസെന്റ് കിട്ടിയ ഒരു പ്ലേസ്മെന്റ് ബ്രോഷർ കണ്ടിട്ടാണ്. പ്ലേസ്മെന്റ് ബ്രോഷർ അല്ല, നിങ്ങളുടെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ടാണ്. അപ്പം അവിടെയാണ് എനിക്ക് ROA കുറിച്ചും കുറച്ച് സംസാരിക്കാനുള്ളത്. ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ROA, ബട്ട് സ്റ്റിൽ ദെൻ
നമ്മളിപ്പോ NIT കാലിക്കറ്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ NIT കാലിക്കറ്റിൽ സ്റ്റിൽ ഫീസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കൺസിഡറബിൾ ഫീസ് ഉണ്ട്. ഒരു 3 to 4 lakhs ഫീസ് വരുന്നുണ്ട്. സോ അതിനേക്കാളും കുറവാണ് ക്യുസാറ്റിലെ ഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് പ്ലേസ്മെന്റ് ഫിഗേഴ്സ് ആൻഡ് കമ്പനീസ് നോക്കുന്ന സമയത്ത് ഇറ്റ് അപ്പിയർഡ് ലൈക്ക് പ്രിറ്റി ഗുഡ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് റീസെന്റ് വൺ ഓഫ് ദി സ്റ്റുഡൻസ്, സോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ ടോക്കിംഗ് ഔട്ട് തിങ്സ് ബിക്കോസ് ഞാൻ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഏത് ബി സ്കൂളിനെ കുറിച്ചും സംസാരിക്കാം. റീസെന്റ് എന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, സിംബയോസിന്റെ ഏതോ ഒരു ക്യാമ്പസ്, അവർക്ക് മെയിൻ ക്യാമ്പസ് SIBM പൂനെ ടോപ്പ് നോച്ച്, ബട്ട് ഏതോ ഒരു റാൻഡം ക്യാമ്പസ് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫീസ് വാസ് 22 lakhs ആൻഡ് അപ്പാരന്റ്ലി അവർ ക്ലെയിം ചെയ്യുന്ന പ്ലേസ്മെന്റ് ഈസ് 8 LPA. സോ ഐ വാസ് വണ്ടറിംഗ് ലൈക്ക്, ഓക്കെ ബി സ്കൂളിൽ ഒരു ആഡ് ഓൺ ഒക്കെ ചെയ്യാമെങ്കിൽ എത്രത്തോളം ആഡ് ഓൺ ചെയ്യും? ഐ മീൻ 22 lakhs യു ആർ സ്പെൻഡിങ് ആൻഡ് യുവർ പ്ലേസ്മെന്റ് ബ്രോഷർ ഈസ് ക്ലെയിമിംഗ് 8 lakhs. സോ അവിടെയാണ് ഞാൻ ക്യുസാറ്റ് എന്തായാലും ചെയ്യണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചത്. കാരണം കേരളത്തിലുള്ള ഒരു ഓപ്ഷനാണ്. ആൻഡ് കുറെ കുട്ടികളുടെ അടുത്ത് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം ആൻഡ് കേരളത്തിലെ ബെസ്റ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യണം. സോ പ്ലേസ്മെന്റിനെ കുറിച്ച് ഒന്ന് പറയാം. എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഗുഡ് അറ്റ് ക്യുസാറ്റ് SMS, എസ്പെഷ്യലി ഇപ്പൊ മാർക്കറ്റ് ഒക്കെ ഇത്രയും സ്ലോ ഡൗൺ ആയിരിക്കുമ്പോൾ ഹൗ ഡു യു അച്ചീവ് ദ ഫീറ്റ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് ലുക്കിംഗ് ലൈക്ക്? Definitely. So, ഇത് പറയുന്ന സമയത്ത് I'd also like to share news of happiness with you. ഇക്കൊല്ലം, അതായത് 2024-25 ക്യുസാറ്റിന്റെ MBAയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പ്ലേസ്മെന്റ് റെക്കോർഡ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. 105 ഓഫേഴ്സ് നമ്മൾ ഇത്തവണ ഹിറ്റ് ചെയ്തു ആസ് ഓഫ് നൗ. ആൻഡ് പ്ലേസ്മെന്റ്സ് ആർ സ്റ്റിൽ ഇൻ ദ പൈപ്പ് ലൈൻ. സോ പ്ലേസ്മെന്റിനെ കുറിച്ച് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് LPA വരുന്ന 8.5 to 9 ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ആവറേജ് LPA വരുന്നത്. 150 സ്റ്റുഡൻസ് ആണ് പൂള് വരുന്നത്. എവറി ഇയർ കൺസിസ്റ്റന്റ്ലി 65 to 70% സ്റ്റുഡൻസ് വിത്തൗട്ട് എനി ഡൗട്ട് പ്ലേസ്ഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലേസ്മെന്റ് പ്രോസസ്സ് എൻഡ് ചെയ്തതിന് ശേഷവും നമ്മൾ പ്ലേസ്മെന്റ് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു 80-85% വരെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ നോർമലി കാണുന്നത്. യു ടോക്ഡ് അബൌട്ട് ROI. ROI ഈസ് എക്സ്ട്രീംലി അഡ്വാൻറ്റേജസ് ടു ദ സ്റ്റുഡൻസ് ഹിയർ. കാരണം നമ്മുടെ ഫീസ് സ്ട്രക്ചറിലേക്കൊക്കെ ബ്രേക്ക് ഡൗൺ ഒക്കെ നമുക്ക് പറയാം, ബട്ട് ഒരു ഓൺ ആൻ ഓവറോൾ ലെവൽ നമുക്കൊരു 1.7 lakh rupees ആണ് 2 വർഷം കൊണ്ട് നമുക്ക് ഇവിടെ ചെലവാകുന്നതെന്നുണ്ടെങ്കിൽ 8.5 lakh to 9 LPA എന്ന് പറയുന്ന ഇറ്റ്സ് എ ഹ്യൂജ് വിൻ. So, plus all the added amenities that you can enjoy while at the university. SMS എന്ന് പറയുന്നത് it's not a standalone institution. It is part of the university. So you can have access to all the amenities that are part of the university as well. So that is where the placements at SMS stands out. Now, SMS ഒരു പ്ലേസ്മെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് it is entirely student driven. That is where it is even more special. All the efforts with regard to the placement cell is entirely student driven. We have a student committee who heads, steers, and navigates through the market. It is as I said, it is based on the relationship that we have with the recruiters as well as the brand value CUSAT as an institution or a university holds in the market. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ പ്ലേസ്മെന്റ്സ് ഡ്രൈവ് ചെയ്തുകൊണ്ടുവന്നത്. ഇത്തവണ ഈവൻ മാർക്കറ്റ് പൊതുവെ ഡള്ളായിരിക്കുന്ന സമയത്ത്, ഐ എം നോട്ട് കോട്ടിംഗ് ദ നെയിംസ്, ബട്ട് നമുക്ക് ക്യുസാറ്റിന് അടുത്തും ചുറ്റുമൊക്കെ ആയിട്ടുള്ള കുറെ ബി സ്കൂൾസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ബി സ്കൂൾസ് പ്ലേസ്മെന്റ്സിന് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും വി വർ ഏബിൾ ടു ബ്രിങ് ഇൻ ആബ്സല്യൂട്ട്ലി എക്സലന്റ് പ്ലേസ്മെന്റ്സ് ദിസ് ഇയർ. പുതിയ റിക്രൂട്ടേഴ്സിനെ, റെഗുലർ ആയിട്ടുള്ള അല്ലാത്ത പുതിയ റിക്രൂട്ടേഴ്സ് നമുക്ക് ഇത്തവണ കൊണ്ടുവരാൻ സാധിച്ചു. മാർക്കറ്റ് ഡൾ ആണെങ്കിൽ പോലും പരമാവധി പുതിയ റിക്രൂട്ടേഴ്സിലേക്ക് നമുക്ക് എത്താനൊക്കെ സാധിച്ചു. ഐ ബിലീവ് മെജോറിറ്റി ഓഫ് ദി ക്രെഡിറ്റ് of what we were able to achieve goes to SMS as an institution and the brand it upholds. Appo this is pretty much about placements. Do you want to probe further? Is there anything that you want to know specifically? എനിക്ക് കുറച്ച് പ്ലേസ്മെന്റ്സിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അതിന് തൊട്ട് മുന്നേ യു ടോക്ക് അബൌട്ട് ദി ബ്രാൻഡ് SMS. സോ എത്രത്തോളം പഴക്കമുള്ളതാണ് നിങ്ങളുടെ ലെഗസി ആൻഡ് ഓൾസോ നിങ്ങളുടെ അലൂമിനീസുമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അലൂമിനീസ് നിങ്ങൾക്ക് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ബിക്കോസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ചില ബി സ്കൂൾസിൽ ഒരുപാട് പഴക്കം ഉണ്ടെങ്കിലും അലൂമിനീസ് തിരിഞ്ഞു നോക്കാത്ത ബി സ്കൂൾസും കോളേജസും ഒക്കെ ഉണ്ട്. ചിലവര് അടിപൊളിയായിട്ട് ടാപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം, ഞാൻ പഠിച്ച മോഡൽ എഞ്ചിനീയറിംഗ് കോളേജസ് നോൺ ഫോർ ടാപ്പിംഗ് അലൂമിനി അത്ര അടിപൊളിയായിട്ട്. അതുകൊണ്ട് വളരെ മികച്ച പല കമ്പനീസും ക്യാമ്പസ് ലിസ്റ്റ് ചെയ്യാറുണ്ട് ജസ്റ്റ് അലൂമിനി റിലേഷന്റെ ബേസിസിൽ മാത്രം. അപ്പം SMS എത്രത്തോളം ആ ഒരു വൺ ഈസ് റിഗാർഡിംഗ് ദി ലെഗസി, സെക്കൻഡ് അലൂമിനീസ് എന്ന് പറയുന്നത് എത്രത്തോളം ആക്സസ് ഉണ്ട്, എത്രത്തോളം അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. So first of all, SMS ലെഗസി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ ഓൾഡർ ദാൻ ദി ക്യുസാറ്റ് യൂണിവേഴ്സിറ്റി. ക്യുസാറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് SMS. SMS എന്ന് പറയുന്നത് ആദ്യം FACT, നമ്മുടെ എറണാകുളത്തെ FACT എന്ന് പറയുന്ന ഫാക്ട്, അതെ
ഫാക്റ്റുമായി ടൈപ്പ് ആയിട്ട് ഫാക്റ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിലവിൽ വരുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് SMS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. 1964 61 years ago ആണ് നമ്മൾ എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്. സോ കഴിഞ്ഞ 2024 വാസ് ആർ ഡയമണ്ട് ജൂബിലി ഇയർ. ഇത് കഴിഞ്ഞ കൊല്ലം ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഒക്കെ വളരെ പോംപസ് ആയിട്ട് തന്നെ ആചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ ടോക്കിംഗ് അബൌട്ട് ദ ലെഗസി, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബി സ്കൂൾസ് ഇൻ ഇന്ത്യ തീർച്ചയായിട്ടും SMS തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. ആൻഡ് ആഡിങ് ടു ദാറ്റ്, ക്യുസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ 34th റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആസ് പെർ ദി NIR റാങ്കിങ് റിലീസ് ലാസ്റ്റ് ഇയർ. So both of these combined together, the brand value that SMS has is huge, like really huge. അപ്പോ ഇതാണ് SMS ലെഗസി എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് സപ്ലൈഡ് എ ലോട്ട് ഓഫ് ഇലസ്ട്രിയസ് അലുമിനി ടു ദ ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ RBIക്ക് നമുക്കൊരു ഡെപ്യൂട്ടി ഗവർണറെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലോട്ട് ഓഫ് ദ ബാങ്ക്സ് ഹിയർ അവരുടെ കീ മാനേജറിയൽ പൊസിഷൻസിലേക്കും എക്സിക്യൂട്ടീവ് പൊസിഷൻസിലേക്കും വി ഹാവ് സപ്ലൈഡ് എ ലോട്ട് ഓഫ് അലുമിനി. ലുക്കിംഗ് അറ്റ് the global business landscape, we have been able to supply entrepreneurs, we've been able to give managing directors, CEOs. So it's a huge and a vast alumni network that we have right now. 5,000 plus alumni ആണ് നമുക്കിപ്പോൾ ക്ലെയിം ചെയ്യാനുള്ളത്. ആൻഡ് വിത്ത് റിഗാർഡ് ടു ദി how much tapping that we are actually doing, കമ്പാരിറ്റീവ്ലി ലെസ്, ബിക്കോസ് SMS-ന്റെ അലുമിനയുടെ മുഴുവൻ പൊട്ടൻഷ്യൽ ലെവറേജ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. വി ആർ നോട്ട് യെറ്റ് ദെയർ, ബട്ട് വി ആർ ഫോക്കസിങ് അവർ എഫേർട്സ്, വി ആർ ഡെഡിക്കേറ്റിംഗ് അവർ എഫേർട്സ് ടു റീച്ച് ദെയർ. സോ റൈറ്റ് നൗ നമുക്ക് അലുമിനയുടെ ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ സപ്പോർട്ടിങ് അസ് ഇൻ ബോത്ത് വേസ്. പ്ലേസ്മെന്റ് ആയിട്ടാണെങ്കിലും ഇനി അതല്ല ട്രെയിനിങ്സ് ആയിട്ടും അപ്സ്കില്ലിംഗ് ആയിട്ടും ഒക്കെ ആണെങ്കിലും വി ഹവ് ബീൻ റിസീവിംഗ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്. 1984 ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ബാച്ചിന്റെ 40th ആനിവേഴ്സറി സെലിബ്രേഷൻസ് ലാസ്റ്റ് ഇയർ SMS വെച്ച് നടന്നിരുന്നു. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് ദേ ഹാഡ് ദിസ് പ്രോഗ്രാം ദാറ്റ് ദേ കോൾഡ് ഗിവിംഗ് ബാക്ക്. സോ ദേ വെർ ഇന്റെൻഡിങ് ടു ഗിവിംഗ് ബാക്ക് ടു ദി സ്കൂൾ ദാറ്റ് ഹെൽപ് ദം റീച്ച് വെയർ ദേ ആർ റൈറ്റ് നൗ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ്, ഒരു സീരീസ് ഓഫ് വർക്ക്ഷോപ്സ്, പ്രോഗ്രാംസ് സ്റ്റുഡൻസിന് അപ്സ്കിൽ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ പ്ലേസ്മെന്റ് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ട്രെയിനിങ്സ് ഒക്കെ ആയിട്ട് ദേ വെർ ആക്റ്റീവ്ലി വിസിറ്റിംഗ് ദ ക്യാമ്പസ്. അവർ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു 2 months ടൈമിൽ അവർ ക്യാമ്പസ് തന്നെ ഉണ്ടായിരുന്നു. ദേ വെർ ആക്റ്റീവ്ലി എൻഗേജിംഗ് വിത്ത് us, ഇന്ററാക്ടിംഗ് വിത്ത് us. അപ്പോൾ ദിസ് ഈസ് ദി അലുമിനി റിലേഷൻസ് ദാറ്റ് വി ഹാവ്. ആൻഡ് ഓൾസോ ഐ വുഡ് സേ എ ലോട്ട് ഓഫ് ദി പ്ലേസ്മെന്റ് എഫേർട്സ് ദാറ്റ് വി ഹാവ് കുറെ കൂടി എളുപ്പമാകുന്നത് ഇസ് ത്രൂ ദി ആലുമിനി. ചില ആലുമിനി നമുക്ക് ഡയറക്ട്ലി വന്ന് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നോട്ട് മെൻഷനിങ് ദ നെയിം ഡ്യൂ ടു ദി കോൺഫിഡൻഷ്യാലിറ്റി. നല്ല വലിയ ബിഗ് കമ്പനീസ് ദാറ്റ് വി ക്ലെയിം കം ഹിയർ ബിക്കോസ് വി ഹാവ് ആലുമിനി ഇൻ ദി കീ പൊസിഷൻസ്. അതേപോലെ തന്നെ ഈ ആലുമിനിയുടെ റെഫറൻസ് ത്രൂ നമുക്ക് ഒരുപാട് പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്. സോ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് അഗൈൻ, വി ഹാവ് ഇക്കൊല്ലം ഇൻട്രൊഡ്യൂസ്ഡ് എ ലോട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ടു മാക്സിമം ലെവറേജ് ദി the advantage that we would have by tapping the alumni network. But we are not yet there. I would 100% utilize ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ definitely not. But are we doing it? Definitely yes. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം, ഒന്ന്, ഇപ്പൊ ഈ വർഷം നിങ്ങൾക്ക് ഒരു സ്റ്റെല്ലാർ പ്ലേസ്മെന്റ് സീസൺ ഉണ്ടായെന്ന് പറഞ്ഞു. പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് തൊട്ട് നമുക്ക് കുറച്ച് ഡീപ് ഡൗൺ ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ്, ഇത് ഈ അടുത്ത വർഷം ഇത് കണ്ടിട്ട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ദേ എക്സ്പെക്ട് എ സിമിലർ ട്രെൻഡ്? ബിക്കോസ് ഇതൊരു ഇപ്പൊ ഫായിസിന്റെ ഒരു പേഴ്സണൽ ഒരു ഓറയില് എത്രത്തോളം ഈ സാധനം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, ഒന്ന്, ദാറ്റ്സ് വൺ. സെക്കൻഡ്, ഞാൻ അവിടെ ടോക്കിന് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് സംതിങ് ബിറ്റ്വീൻ യു ആൻഡ് ദി ഫാക്കൽറ്റീസ്, ബട്ട് യൂഷ്വലി ഒരു കോളേജസിലോ ബി സ്കൂൾസിലോ കണ്ടുവരാത്തത്ര ആക്സസ് നിങ്ങൾ ഫാക്കൽറ്റീസുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റി. ലൈക്ക് ഈവൻ വെൻ വി വെർ സിറ്റിംഗ് ഇൻ ദാറ്റ് പ്രിൻസിപ്പൽസ് ലോബി റൂം, സ്റ്റുഡൻസ് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് വളരെ ചില്ലായിട്ട് തന്നെ ഫാക്കൽറ്റീസിനെ ആക്സസ് ചെയ്യുന്നത് കണ്ടു. സോ എനിക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് ഒരു ഉത്തരം കിട്ടിയത് നന്നായിരുന്നു. അത് ഈസ് ഇറ്റ് സംതിങ് സ്പെസിഫിക് ടു യു ഓർ ഈസ് ഇറ്റ് ലൈക്ക് ദി ബി സ്കൂൾ culture and trend which has been following? Sure. So first of all, I was just part of the placement team. Investor relations എന്ന് പറയുന്ന ഒരു വിങ്ങിന്റെ ഹെഡ് ആയിരുന്നു ഞാൻ. സോ ഇറ്റ്സ് നോട്ട് എൻറ്റയർലി റിലയന്റ് ഓൺ മീ, ഇറ്റ് വാസ് ദി എഫേർട്സ് ഓഫ് ദ ടീം. സോ സിമിലർലി ഇപ്പൊ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്ന വർഷമാണെങ്കിലും ഒക്കെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ അഗ്രസീവ് ദി പ്ലേസ്മെന്റ് ടീം ഇസ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വൺ ഫാക്ടർ. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ദാറ്റ് all of these companies would return back to SMS and so many students would definitely get placed. Not given, granted. But yes, 50%
is reliant on how aggressive the placement team is, and 50% is reliant on SMS as a brand. So SMS as a brand എന്നുള്ളത് that has already been given. അതിൽ we need not ponder our heads a lot. അപ്പൊ അതുകൊണ്ട് that has been given. Now the rest lies with how aggressive the placement cell is. Now placement cellന്റെ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ അത്യാവശ്യം കുറച്ച് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. You have two level process where you first elect the members, and then you have a selection process where you have to go through the interview process and all. So we are obviously trying to pick the best of the lot suited for this purpose. And also we have this extensive KT, we have this conditioning program, trainings and everything, so that we transfer whatever we know and whatever we have understood to work out in the market, നമ്മൾ ജൂനിയേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഐ എം ഹോപ്പിംഗ് ഡെഫിനറ്റ്ലി അടുത്ത കൊല്ലവും കമ്പയറബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. ബട്ട് ദെൻ അഗൈൻ സാഹിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ടീം, ഇറ്റ് ഡിപ്പെൻസ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആസ് വെൽ. മാർക്കറ്റ് കണ്ടീഷൻസ് വേരി ചെയ്യുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. നൗ സെക്കൻഡ് സാഹിദ് ചോദിച്ച ആ ഒരു ഫാക്കൽറ്റി ആക്സസ് എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് കീപ്സ് മീ എന്താ പറയാ സ്റ്റക്ക് ടു ക്യുസാറ്റ്. ഞാൻ ക്യുസാറ്റായിട്ട് ഇത്രമേൽ ബന്ധം വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു ഫാക്കൽറ്റി ആക്സസ് ആണ്. സോ ഐ ബ്രേക്ക് ദാറ്റ് ഡൗൺ ഇൻ ടു ടു പാർട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യുസാറ്റില് MBA നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ലക്ഷറി എന്താണെന്ന് വെച്ചാൽ ഐ വുഡ് സേ ലിബർട്ടി. You are free to do whatever you want. If you want to laze away, you can laze away. If you want to excel, you can excel. Both at your own discretion, both at your own will. നമുക്ക് പഠിക്കണമെങ്കിലും പഠിക്കാം, ഉഴപ്പണമെങ്കിലും ഉഴപ്പാം. ഇനി അതിനപ്പുറത്തേക്ക് if you want to do something creative, if you want to create something, if you want to build something, if you want to realize a dream, you have the venue there. പല ബി സ്കൂളുകളും പല പ്രൈവറ്റ് ബി സ്കൂളുകളിലും നമ്മൾ കാണുന്നത് they are heavily limited by a lot of boundaries and limitations. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. If you have a dream and that is genuine and that can be എന്താ പറയുക beneficial to both the school and yourself, ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ അങ്ങനെ ചെയ്യുന്നതിൽ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. ഐ ടോക്ട് അബൌട്ട് സ്റ്റാർട്ടിംഗ് ദ കൺസൾട്ടിംഗ് ക്ലബ്. സോ കൺസൾട്ടിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ഫ്രണ്ടും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു പ്ലാൻ തയ്യാറാക്കി. വി അണ്ടർലൈൻ ദ സ്കോപ്പ്, എങ്ങനെയാണ് നമുക്ക് ഇതിന് ഫ്യൂച്ചർ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വി പ്രിപ്പയർഡ് എ ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് കൊണ്ട് നമ്മൾ ചെന്ന സമയത്ത് if you believe in that idea, you can always execute that, right? We had the immense support of two faculty coordinators. നമുക്ക് രണ്ട് ഡോക്ടർ സ്മാർട്ടി മുകുന്ദൻ, ഡോക്ടർ മീര പ്രതാപൻ, along with the support of the director as well. നമുക്കത് ഈസി ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഞാനിതിപ്പോ ഇത്രയും എടുത്ത് പറയുന്നതിന്റെ കാരണം, ഞാൻ ഇതിനു മുമ്പ് പഠിച്ചിരുന്ന സ്കൂൾ അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അറിയുന്ന ഇടപഴകിയിരുന്ന പല കോളേജുകളിലും നമുക്ക് ഒരു ക്ലബ്ബ് തുടങ്ങുക എന്ന് പറയുന്ന ഇറ്റ്സ് എ ഹെർക്യൂലിയൻ ടാസ്ക്. യു കെ നോട്ട് ഡു ദാറ്റ്. നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ ആക്സസ് ടു ദ ഫാക്കൽറ്റി, യെസ്, വെരി മച്ച് എന്ന് പറഞ്ഞാൽ യു ക്യാൻ വാക്ക് ഇൻ ഫ്രീലി ടു ദി ഫാക്കൽറ്റി വേ. It's not that you can be disrespectful or anything, but you have access to whoever is teaching there. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ആൻഡ് ക്യുസാറ്റിൽ MBA എടുക്കുന്ന എന്റെ ജൂനിയേഴ്സിനോടാണെങ്കിലും എന്റെ പിയേഴ്സിനോടാണെങ്കിലും ഒക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, ദി റിസോഴ്സ് ദാറ്റ് വി ഹാവ് ഇസ് എക്സ്ട്രീംലി ഗുഡ്. നമുക്ക് ഉള്ള ഫാക്കൽറ്റി റിസോഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഗുഡ് ആണ്. ആ പൂളിനെ റൈറ്റ് ആയിട്ട് ടാപ്പ് ചെയ്യാൻ അറിയാന്നുള്ളത് മാത്രമേ ആസ് MBA സ്റ്റുഡൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ദേ ആർ ഓൾവേസ് ആക്സസിബിൾ. It's just a matter of how well you know to utilize the resource and how to tap into that. So we have a very friendly, we have a very healthy exchange. Yes. Yeah, I could see that, and you answered my second part of the question as well. I was about to ask, നിങ്ങൾക്ക് അവിടെയുള്ള സ്റ്റുഡന്റ് ക്ലബ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നടത്താനുള്ള ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ, പക്ഷേ താങ്ക്സ് ഫോർ മെൻഷനിങ് ദാറ്റ് ആസ് വെൽ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ക്യാമ്പസിലെ ഫെസിലിറ്റീസ് ഒബ്വിയസ്ലി പറഞ്ഞു, ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ യൂണിവേഴ്സിറ്റി. അവിടുത്തെ കോമൺ അമ്യൂണിറ്റി സെന്റർ അല്ലെങ്കിൽ അവിടുത്തെ ക്യാൻറ്റീൻ, പിന്നെ ഒരു ഹ്യൂജ് ക്യാമ്പസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആക്സസ് ചെയ്യാം, യൂണിവേഴ്സിറ്റി മൊത്തം ആക്സസ് ചെയ്യാം. വാട്ട് അബൌട്ട് നിങ്ങളുടെ ഹോസ്റ്റൽ, നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണോ, അതോ ക്യാൻ യു സ്റ്റേ ഇൻ ദ ക്യാമ്പസ്? ഇസ് ദർ എ പ്രൊവിഷൻ ടു സ്റ്റേ ഇൻ ദ ക്യാമ്പസ്? പിന്നെ വാട്ട് ഡു യു ഡു അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന അക്കാഡമിക്സ്? അല്ലാതെ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഇൻ ദ സെൻസ് സ്റ്റുഡന്റ് ക്ലബ്സ് അല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ, മാനേജ്മെന്റ് ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാറുണ്ടോ? Okay, so first of all, regarding the amenities, നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ, how do you manage your accommodation എന്നുള്ളത്, നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡഡ് ഹോസ്റ്റൽസ് ഉണ്ട്, വിച്ച് ആർ സൂപ്പർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി.
300 rupees 350 rupees ആണ് പെർ മന്ത് നമുക്ക് ഹോസ്റ്റലിന് വേണ്ടി വരുന്നത്. ബട്ട് ദി ഓൺലി തിങ് ഇസ് നമുക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടണം. യു ഹാവ് ടു ഗെറ്റ് അലോട്ടഡ് ടു ദ ഹോസ്റ്റൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് ഗെറ്റ് അലോട്ടഡ് യു വിൽ ഹാവ് ടു മാനേജ് യുവർ സ്റ്റേ ഔട്ട്സൈഡ്. നമുക്ക് ചുറ്റും പി ജിസും ചുറ്റും ഹോസ്റ്റൽസും റെന്റിന് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സോ യു ക്യാൻ മാനേജ് ദാറ്റ്. ബട്ട് എനിവേ ഇവൻച്വലി ഒരു 6 months കഴിയുമ്പോൾ 8 months കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് അലോട്ടഡ് ടു ദ ഹോസ്റ്റൽ ഡിപ്പെൻഡിങ് ഓൺ ദി ലൊക്കേഷൻ ഡിസ്റ്റൻസ് ഫ്രം ദി ക്യാമ്പസ് ടു യുവർ ഹൗസ്. യെസ് യെസ്. അപ്പൊ നമ്മുടെ നേറ്റീവും നമ്മുടെ ക്യാമ്പസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് അവർ നമുക്ക് ഹോസ്റ്റൽ അലോട്ട് ചെയ്യുന്നത്. ബട്ട് ഇവൻച്വലി എവരിബഡി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ചാൻസ് ടു ബി ഇൻ ദ ഹോസ്റ്റൽ. 350 rupees മാത്രമാണ് വരുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ പ്രൊവിഷൻ ഫോർ ഗസ്റ്റ് അലോട്ട്മെന്റ്. അതായത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാള് അവർക്ക് ഹോസ്റ്റൽ അലോട്ടഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ലെറ്റ് ഇൻ വൈ ആസ് എ ഗസ്റ്റ് ടു ദിയർ റൂം. സോ അവർക്ക് അലോട്ട്മെന്റ് ഇല്ലാതെ തന്നെ അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ കഴിയും. 50 rupees മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. സോ ആ ഒരു കാര്യത്തിൽ ഇറ്റ് ഈസ് എ വെൽ മെയിൻറ്റെയിൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് വി ഹാവ്. ക്യുസാറ്റിന് ഒരുപാട് 7 ഹോസ്റ്റൽസ് ഉണ്ട്, ബോയ്സ് ഹോസ്റ്റൽസ് മാത്രമുണ്ട്, അതേപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റൽസും ഉണ്ട്. ഇനി ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടംപോലെ പി ജി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മാനേജിങ് യുവർ സ്റ്റേ വുഡ് നോട്ട് ബി സംതിങ് difficult. Now, what was the second question again? The activities, right? Yeah. Okay. Yeah. So regarding the activities, last year 2023 Speak Out Club എന്ന് പറഞ്ഞൊരു club, we have a club called Speak Out Club. So when I was the president, we were able to install a national level flagship debate competition. So അത് 2023 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് by the name Ranam. So that is a competition held every year where students from across India come together to participate in a debate competition. So that is one club hosting a flagship event. Now we have another event called Chakravyuha. നമ്മുടെ SMS ന്റെ ക്വിസ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ലെവൽ ക്വിസ് കോമ്പറ്റീഷൻസ് ആണ്. This happens on an year-on-year basis, which started again in 2023 when our batch came into the college as a first-year students. Now, so each of the clubs have their own flagship events. Now, as an umbrella for all of these, we have Talent Time, which is the management fest of the college. Talent Time എന്ന് പറയുന്നത് it has a legacy of 40 years. Talent Time 2025 നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ബാച്ച് നടക്കാൻ പോകുന്നത് Talent Time 40th edition ആണ്. So it has started some 41 years ago, which is a national level flagship management festival. We have students coming from different parts of the country coming together to participate in the management fest. It is one of the most sought after events in Kerala, definitely. Talent Time എന്ന് പറയുന്നത് especially with regard to the prize pool. നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് പൂൾ വേറെ ആരും ഓഫർ ചെയ്യുന്നില്ല. So that is the most lucrative factor of participating in Talent Time. അപ്പോൾ that is where actually participants are drawn in. And especially adding to that, നമ്മുടെ SMS ന്റെ brand value. So both of these put together, Talent Time is one of the biggest management fests that you can see around in Kerala. Great. ഇനി അടുത്ത എന്തൊരു ചോദ്യം, പൊതുവെ ഞാനും ബി സ്കൂൾസിനെ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബി സ്കൂൾസിന് ഡയറക്റ്റ് ഓൺട്രപ്രണർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം ബിക്കോസ് ഫീ ഫാക്ടർ ഒരു വലിയ ഫാക്ടറാണ്. കാരണം പുറത്തുള്ള മിക്കവാറും ബി സ്കൂൾസ് ഒരു 20 lakhs അല്ലെങ്കിൽ 25 lakhs ഫീസ് കൊടുക്കുമ്പോൾ യു ആർ ഫോഴ്സ് ടു വർക്ക് ഇൻ ദ കോർപ്പറേറ്റ് ഫോർ സം ടൈം ബിഫോർ സ്റ്റാർട്ടിങ്. അതിന്റെ പ്രോസ് ഉണ്ട്, കോൺസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഓൾസോ കേരള, ഞാനും കൊച്ചിയിൽ 5 വർഷം നിന്നതായതുകൊണ്ട് തന്നെ ഐ ഹാവ് എക്സ്പ്ലോർഡ് ദി സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണെങ്കിലും അവിടെയുള്ള കുറെ കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ടിങ്കർ ഹബ് ഉള്ള പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. എന്നിരുന്നാലും ഒരുപാട് നല്ല സ്റ്റാർട്ടപ്സ് കേരളത്തിൽ വരുന്നില്ല. ഇറ്റ്സ് മിസ്സിംഗ് സംതിങ്. അത് വേറെ ഒരു ടോപ്പിക്കാണ്. ബട്ട് ദെൻ സ്റ്റിൽ എക്കോസിസ്റ്റം ഈസ് സ്ട്രോങ്. അല്ലെങ്കിൽ ഒരുപാട് ഇവന്റ്സ് നടക്കാറുണ്ട്, ഒരുപാട് മീറ്റർ സ്പേസസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യുസാറ്റിലാണെങ്കിൽ തന്നെ സിറ്റി, അവിടുത്തെ ഓൺട്രപ്രണർഷിപ്പ്, ഐ മീൻ ഇൻക്യുബേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ട്, ഈ ബിസിനസ് ഇൻക്യുബേറ്റർ അവിടെ ഉണ്ട്. സോ ക്യുസാറ്റിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യുസാറ്റ് SMS നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് ദെൻ ഇഫ് യു വോണ്ട് അല്ലെങ്കിൽ ഇഫ് യു ആക്ച്വലി വോണ്ട് ടു ഡു ഓൺട്രപ്രണർഷിപ്പ്, എത്രത്തോളം സ്പേസസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഫാക്കൽറ്റീസ് ത്രൂ എന്തെങ്കിലും സപ്പോർട്ടോ കണക്ഷൻസോ റെഫറൽസോ എന്തെങ്കിലും ഇൻപുട്സ് കിട്ടാൻ ചാൻസസ് ഉണ്ടോ? So first of all, when I was in my second semester, I along with my friends, ഞങ്ങൾ ഒരു 4 പേര് കൂടിയിട്ട് ചെറിയൊരു we started up. Started up in the sense it's not a physical product or anything. We started up as a consulting service, boutique consultancy, management boutique consultancy എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞങ്ങളൊരു ചെറിയൊരു കമ്പനിയൊക്കെ ഫോം ചെയ്തു. ആൻഡ് വി were doing pretty well. നമ്മളൊരു 4 to 5 clients നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്നു.
and we offered consultancy. Pinna, when we came back to the third semester, things started getting hectic, and then we had to drop it. So that is parked in the site. I'm gonna side park whenever we get time, enough time, we'll definitely get back to it. So I'll start with how supportive the system was when we decided to start it up. സോ ഞങ്ങളുടെ ഫാക്കൽറ്റിയിൽ തന്നെ ചില ആളുകളുണ്ട് ഹു ആർ എക്സ്പേർട്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ sector. So if you want to build an entrepreneurship, if you want to start up, if you want to get access to the different communities that we have that support startup, ഇതിനൊക്കെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി നമുക്കുണ്ട്. ആൻഡ് ദ തിങ് ഈസ്, ഈ പറഞ്ഞ ഫാക്കൽറ്റി തന്നെയാണ് ഓൺടർപ്രണർഷിപ്പിന്റെ പേപ്പേഴ്സും നമുക്ക് MBA ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മോർ ലൈക്ക് എ ഡിക്ലറേഷൻ ദാറ്റ് ഇഫ് യു വാണ്ട് ടു ബിൽഡ് എ സ്റ്റാർട്ടപ്പ്, യു ജസ്റ്റ് അപ്രോച്ച് മീ എന്നുള്ളൊരു ഒരു അനൗൺസ്മെന്റ് പോലെ കൂടിയാണ്. സോ വെരി സപ്പോർട്ടീവ്, ആസ് വെൽ ആസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിക്ക് പോലെ റൂസ പോലെ നമ്മുടെ ക്യുസാറ്റിനകത്ത് തന്നെയുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ മാത്രമാണ്. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എൻ ഓഫീസ് സ്പേസ്, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് യുവർ കമ്പനി രജിസ്റ്റേർഡ്, ഓർ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എനി സപ്പോർട്ട് അതർ ദാൻ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഡെഫിനറ്റ്ലി വളരെ മിനിമൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് മാത്രമാണുള്ളത്. യു ജസ്റ്റ് ഹാവ് ടു കോൺടാക്ട് ദം, രജിസ്റ്റർ യുവർ സെൽഫ്, ആൻഡ് ദെൻ മേക്ക് എ സിമ്പിൾ presentation of what your idea is. And if it gets validated, you will definitely get allotted an office space. You'll be supported with the other activities such as the നമ്മുടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ആയിക്കോട്ടെ, KSU ആയിട്ടുള്ള കണക്ഷൻസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഗെറ്റ്സ് ഡൺ സോ ഫാസ്റ്റ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ SMS MBA ഇപ്പോൾ ഡോക്ടർ സംഗീത കെ പ്രതാപ് എന്ന് പറഞ്ഞ നമുക്കൊരു ഫാക്കൽറ്റി ഉണ്ട്. ഷീ ലുക്സ് ഇൻ ടു ദി ഓൺടർപ്രണർഷിപ്പ് പേപ്പേഴ്സ് നമ്മുടെ കോളേജിൽ, ആൻഡ് ഷീ ഈസ് ദ പേഴ്സൺ യു ക്യാൻ റീച്ച് ഔട്ട് if you have any concerns regarding building an entrepreneurship or anything. So if you want to build something, you have faculty will direct you towards this particular thing. Now one more thing, നമ്മുടെ തന്നെ ഫാക്കൽറ്റി ഒരു ഡോക്ടർ സാം തോമസ് ആണ്, സിറ്റിക്കിന്റെയും റൂസയുടെ ഒക്കെ ഇൻചാർജ് ആയിട്ട് വരുന്നത്. ഹി ഈസ് വൺ ഓഫ് ദി members of the directorial board. So that is the kind of access that you have within the CUSAT fraternity, CUSAT infrastructure, as well as these very people also offer a lot of consultancy to businesses outside, and these people are very well connected with communities like Kerala Startup Mission, ഇപ്പൊ നേരത്തെ പറഞ്ഞ ടിങ്കർ ഹബ് ആയിക്കോട്ടെ, ടാൽഡ്രോപ്പ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി which is doing pretty well with regard to bringing up entrepreneurs across Kerala. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിറ്റീസ് ആയിട്ടൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസും ഫാക്കൽറ്റിയും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. സോ യു ഹാവ് ഗ്രേറ്റ് ആക്സസ്. നൗ ആഡിങ് വൺ മോർ തിങ്, നമുക്കും ഈ പറഞ്ഞ പോലെ ഐ ഓൾസോ ബീൻ നോട്ടീസിങ് ദിസ് ട്രെൻഡ്. ഈ സ്കൂളുകളിൽ നിന്ന് നേരിട്ട് ഓൺടർപ്രണർഷിപ്പ് ആകുന്ന ആളുകൾ വളരെ കുറവാണ്. പീപ്പിൾ ഹു സ്റ്റാർട്ടപ്പ് ഡയറക്ട്ലി ആഫ്റ്റർ MBA ഇസ് വെരി ലോ. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ഇയറിലാണെങ്കിൽ ഐ ഹാവ് എ ഫ്രണ്ട് ഹു കെയിം വിത്ത് എൻ ഐഡിയ. ഒരു AI ടൂളും കൊണ്ട് വന്നിരുന്നു ആള്. ഹി ഡെവലപ്ഡ് എ ടൂൾ ഓൺ ഹിസ് ഓൺ ദറ്റ് ഈസ് നോട്ട് യെറ്റ് രജിസ്റ്റേർഡ് ആസ് എ കമ്പനി, ഐ ബിലീവ്, ബട്ട് സൂൺ മേ ബി വി കൻ സി ഹി ഓഫറിംഗ് ഇറ്റ് ആസ് എ സർവീസ് ഇൻ ദി മാർക്കറ്റ്. So we have all the setup, or we have all the system for the support. It's just a matter of students being willing enough. Okay, മനസ്സിലായി. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈസ് ഹൗ ടു ഗെറ്റ് ഇൻ ടു ക്യുസാറ്റ്. വാട്ട് ആർ ദി ഡിഫറെന്റ് വേസ് ടു ഗെറ്റ് ഇൻ ടു ദി ക്യുസാറ്റ് SMS എന്നുള്ളത് അതൊന്ന് ടച്ചപ്പ് ചെയ്യാം. അതായത് ഈസ് ഇറ്റ് ടു ലേറ്റ് ഓർ സ്റ്റിൽ ദി ആപ്ലിക്കേഷൻസ് ആർ ഓപ്പൺ? എന്താണ്, ചിലപ്പം ഇത് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഇത് റീഇൻഫോഴ്സ്മെന്റ് ആവാം, വാട്ട് എവർ യു ഹാവ് ബീൻ telling, but then still what's the process to get into the B-School? Okay, so CUSAT admission കിട്ടാന്ന് പറയുന്നത്, we don't have a dedicated exam or anything. KMAT, CMAT, CAT, ഈ 3 എക്സാംസ്, KMATന്റെ ഫസ്റ്റ് സെഷൻ മാത്രം, സെക്കൻഡ് സെഷൻ കൺസിഡർ ചെയ്യാറില്ല. ഈ 3 എക്സാംസിന്റെ സ്കോർസ് മാത്രമാണ് CUSATലെ MBAക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ CUSATന്റെ അഡ്മിഷൻ പോർട്ടലിൽ പോയിട്ട് CUSAT അഡ്മിഷനിൽ നമ്മൾ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ യു സെലക്ട് MBA ആസ് യുവർ പ്രിഫേർഡ് കോഴ്സ്. നമ്മൾ ജസ്റ്റ് ആ പോർട്ടലിൽ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക, ആൻഡ് ദെൻ യു വിൽ ബി ഡയറക്റ്റഡ് ടു a fee application link, fee payment link. ആ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് രജിസ്റ്റേർഡ് യുവർ സെൽഫ് ഫോർ ദി CUSAT അഡ്മിഷൻ പ്രോസസ്. ഈ CUSAT അഡ്മിഷൻ പ്രോസസ്സിൽ അപ്പോൾ CUSAT ഹാസ് എ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് വെർ യു ക്യാൻ അപ്ലൈ ഫോർ എനിത്തിങ്, BTech ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, വിച്ച് എവർ കോഴ്സ് CUSAT ഇസ് ഓഫറിംഗ് ഇൻക്ലൂഡിംഗ് MBA ആസ് വെൽ. സോ ആ ഒരു സെൻട്രലൈസ്ഡ് പ്രോസസ് ആണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ പോർട്ടലിൽ യു രജിസ്റ്റർ യുവർ സെൽഫ് ആസ് എൻ ആപ്ലിക്കന്റ്, ആൻഡ് ദെൻ സെലക്ട് MBA ആസ് യുവർ പ്രിഫേർഡ് കോഴ്സ്. ദാറ്റ്സ് ഇറ്റ്.
നൗ കെ മാറ്റിന്റെ സി മാറ്റിന്റെ കാറ്റിന്റെ ഒക്കെ സ്കോഴ്സ് വരുന്ന അനുസരിച്ച് നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. So there is a normalization procedure which is followed here, which is confidential, which we as students even don't know. അതുപോലെ എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളത് പോലും നമ്മൾ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നമുക്ക് ആർക്കും അറിയില്ല. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ദേ കീപ് കോൺഫിഡൻഷ്യൽ. ആ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ സ്കോറുകളെല്ലാം നോർമലൈസ് ചെയ്ത് ബേസ്ഡ് ഓൺ ദെയർ കട്ട് ഓഫ് ദിൽ ഷോർട്ട് ലിസ്റ്റ് മേ ബി ഒരു 750 ഓർ മേ ബി 1000 സ്റ്റുഡൻസ് ഇൻ ദ ഫസ്റ്റ് സ്ക്രീനിങ് ഫേസ്. ഈ സ്ക്രീനിങ് ഫേസിൽ വരുന്ന ക്വാളിഫൈ ചെയ്യുന്ന മുഴുവൻ സ്റ്റുഡൻസും, സോ ഓൺ ആൻ ആവറേജ് എല്ലാ വർഷവും വി റിസീവ് ആപ്ലിക്കൻസ് ബിറ്റ്വീൻ 2500 ആൻഡ് 3000. 2.5 തൊട്ട് 3K വരെ നമുക്ക് എല്ലാ വർഷവും ആപ്ലിക്കൻസ് വരാറുണ്ട്. ഔട്ട് ഓഫ് ദിസ് 750 to 1000 സ്റ്റുഡൻസ് ആണ് ഇനീഷ്യലി ഷോർട്ട് ലിസ്റ്റ് ആവുന്നത്. ആൻഡ് ദീസ് പീപ്പിൾ ഗോ ടു ദി GD ആൻഡ് PI പ്രോസസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ. നൗ ദിസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ, അത് അപ്രോക്സിമേറ്റ്ലി ഏത് ടൈം ലൈനിലായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇന്റർവ്യൂ, GD പ്രോസസ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ്? അപ്രോക്സിമേറ്റ് ഏത് ടുവേർഡ്സ് ഏത് മന്തിലായിരിക്കും? ഓക്കെ, ഞാൻ വന്ന സമയത്ത് വി ഹാഡ് ഇറ്റ് ഇൻ ജൂൺ, ഐ ബിലീവ് ജൂൺ ഓർ ജൂലൈ. ഓക്കെ, പക്ഷേ ദ തിങ് ഇസ് റൈറ്റ് നൗ ദി അഡ്മിഷൻസ്, സോ കോവിഡ് മൊത്തത്തിൽ നമ്മുടെ അക്കാഡമിക് കലണ്ടറിനെ ഒന്ന് പിടിച്ച് വലിച്ചിരുന്നല്ലോ. സോ ദാറ്റ് ഇസ് ബീങ് റിട്രാക്റ്റഡ് ബാക്ക്, അത് തിരിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇക്കൊല്ലം ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ സി മാറ്റ് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എത്രയോ പെട്ടെന്ന് കഴിഞ്ഞു. സി മാറ്റ് വളരെ നേരത്തെ, ഷെഡ്യൂളൊക്കെ എത്രയോ നേരത്തെ സി മാറ്റ് എക്സാം കഴിഞ്ഞു. സോ വെൻ യു കൺസിഡർ ഓൾ ഓഫ് ദീസ് നൗ, വൺ മോർ തിങ്, സി മാറ്റും ഒക്കെ കൺസിഡർ ചെയ്ത് ഏറ്റവും അവസാനം ക്ലാസ് തുടങ്ങുന്ന അല്ലെങ്കിൽ അഡ്മിഷൻസ് തുടങ്ങുന്ന കോളേജ് ക്യുസാറ്റ് ആണ്. MBA ഇൻ ക്യുസാറ്റ് ആണ് ഏറ്റവും വളരെ വൈകി ക്ലാസ് തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ വൈ? ബിക്കോസ് എവറിബഡി ഗെറ്റ്സ് ടു അപ്ലൈ, എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഉള്ള ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ക്യുസാറ്റിന്റെ. അപ്പൊ ഇത്തവണ സിമാറ്റിനൊക്കെ റിസൾട്ട് നേരത്തെ വന്നിരിക്കുന്നത് കൊണ്ട് ഐ എം നോട്ട് ഷുവർ എവിടെയാണ് അത് നിൽക്കുക എന്ന് എനിക്കറിയില്ല. ബട്ട് ജൂൺ ജൂലൈയിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി GDPI അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കിട്ടുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് മന്ത് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഇപ്പോ ഇത്തവണത്തെ ആപ്ലിക്കൻസിന് GDPI വരുന്നത്. Just to sum it up, we have a 70-30 grading system. 70% goes for the score that you have scored in the entrance examination. 30% നമുക്ക് വരുന്നത് GDPI ക്കാണ്. Now GDPI ക്ക് നമ്മൾ വരുമ്പോൾ you are required to fill a biodata. നമുക്കൊരു ഫോം തരും, you are required to fill the biodata. ആ ബയോഡേറ്റയിൽ കുറെ ക്വസ്റ്റൻസ് ഉണ്ടാവും, ബിഹേവിയൽ ക്വസ്റ്റൻസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ഉണ്ടാവും, നമ്മുടെ സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇൻക്ലൂഡിംഗ് ദ സ്കോർസ് ദാറ്റ് യു ഹാവ് സ്കോർഡ് ത്രൂ ഔട്ട് യുവർ അക്കാഡമിക്സ്. ഇതൊക്കെ വെച്ചിട്ട് they'll conduct the PI as well, personal interview നടക്കും. So GDPI together combined, you have 30% weightage, 70% weightage goes to the score of the entrance examination. Got it. Thank you for the detailed explanation. I mean, in the sense like information. ഞാനൊരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതി ചോദിക്കാം, പക്ഷേ ഐ വോണ്ട് ടു ക്ലബ് ലൈക്ക് ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഒരു പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഈസ് ഫൈസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കാം. സോ വൺ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഈസ് ബീങ് ഫായിസ് എന്തുകൊണ്ട് ക്യുസാറ്റ് ചൂസ് ചെയ്തു? ബിക്കോസ് ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഉള്ള ക്രൈസ്റ്റ്, ആചാര്യ പോലുള്ള കോളേജസ് ഒക്കെ ക്യുസാറ്റിന്റെ അതേ കട്ട് ഓഫിൽ തന്നെ ചിലപ്പോൾ ഫായിസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ why did you choose CUSAT, or you would have done a research before joining CUSAT? So I also want to know a little bit about the pro as well as a little bit about the cons. I mean, there will be certain cons, right? So അത് ഫായിസ് എങ്ങനെയാണെന്ന് ഒന്ന് വിലയിരുത്തുന്നത്. അതൊന്ന്. രണ്ടാമത്തെ സംഭവം, ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് പീപ്പിൾ ക്യുസാറ്റിൽ വരരുത് എന്ന് ഫായിസ് പറയും. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ഗ്രേറ്റ് ലേക്സ് ചെന്നൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്നൈ പ്രോക്സിമിറ്റി കൂടുതൽ IT കൺസൾട്ടിങ് അങ്ങനെയുള്ളൊരു ഇതാണ് പോകാറുള്ളത്. അപ്പം മാത്രമല്ല ഒരു 70% 80% ഫ്രഷേഴ്സ് പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. സോ ഒരുപാട് നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള വേറെ എന്തെങ്കിലും ഒരു ഡൊമൈനിൽ പോകാനുള്ള ആൾക്കാർക്ക് ഇറ്റ് മൈ നോട്ട് ബി ദി ബെസ്റ്റ് ഫിറ്റ്. So similarly, is there any category of people whom you would recommend that maybe you should not be joining CUSAT? So first part of the question is like ഒരു comparison with going outside, say ഒരു ബാംഗ്ലൂരൊക്കെ പോകുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പിന്നെ സെക്കൻഡ് പാർട്ട് ഈസ് ദിസ് വൺ, ഐ മീൻ ഈ ഒരു ആസ്പെക്ട്. Okay, sure. So first of all, let me be very honest with you, Sahil. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it was not a very informed decision that I took about joining CUSAT. എനിക്ക് ഉണ്ടായിരുന്ന ലിമിറ്റഡ് ഓപ്ഷൻസിലെ ബെസ്റ്റ് ഓപ്ഷൻ CUSAT ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ CUSAT ജോയിൻ ചെയ്യുന്നത്. So first of all, it was the brand value. CUSAT എന്ന് പറയുമ്പോൾ definitely you understand that the brand value
is reasonable, it's good. രണ്ടാമത്തെ കാര്യം, because a lot of companies look into that, right? Placement ആണെങ്കിലും hiring ആണെങ്കിലും ഒക്കെ tier 1 ആണോ, tier 2 ആണോ, tier 3 ആണോ, they actually look at that. Regardless of how qualified the student is അല്ലെങ്കിൽ how capable the candidate is, obviously ഇപ്പോഴത്തെയും recruiters follow the outdated practice of looking at the brand value of the institution. So that is where CUSAT was a good option for me. Now, secondly, ക്യുസാറ്റ് അടുത്ത് എന്റെ വീട്ടിൽ തൊട്ടടുത്താണ്. ഇറ്റ്സ് ജസ്റ്റ് എ 5 minutes ഡ്രൈവ് ഫ്രം മൈ ഹോം. സോ ആക്സസിബിലിറ്റി ഫാക്ടർ നോക്കുമ്പോഴും എല്ലാം നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദി all other options, CUSAT was the best option for me, and that is how I got it. Now, coming here, I realized that this could have been the best option for me regardless of anything. ഇപ്പൊ എനിക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും CUSAT would have been the best option for me because ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ROI is like literally huge. ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരുന്നു. സോ വെൻ ഐ കം ബാക്ക് ഫ്രം ദി കോർപ്പറേറ്റ് ബാക്ക് ടു അക്കാഡമിയ, നമുക്ക് ആ ഒരു എത്രമാത്രം നമുക്ക് ഇപ്പൊ ഹൗ എക്സ്റ്റെൻസീവ്ലി ക്യാൻ യു സേവ് ഫ്രം 2 years എന്നുള്ളത്, that is understandable. So you have to run on 2 years on your own fuel. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദി ഫീസ് ദാറ്റ് യു ഹാവ് ടു പേ, ഫീസ് സ്ട്രക്ചർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40,000 rupees ആണ് പെർ സെമസ്റ്റർ ഫീസ് വരുന്നത്. സോ 1.7 lakhs ആണ് മാക്സിമം ദാറ്റ് യു ഹാവ് ടു പേ അക്രോസ് 2 years. നമ്മുടെ ജനറൽ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ NRI കോട്ടയാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ്, ഇറ്റ്സ് 95,000 or something per semester. So that amounts up to some 4 lakh rupees. സോ ഒരു നോർമൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് യു ഹാവ് 120 seats in the full time and you have 30 seats in the evening regular full time. So 150 students ആണ് in total CUSAT-ലേക്ക് വരുന്നത്. And you have just a 1.7 lakh rupees of liability on you, and that too spread across 2 years. So and then when you graduate, you have an average LPA of 8.5 to 9 LPA, which was one of the most lucrative factors that I was drawn towards or attracted to by. So, and then you come here, you understand that CUSAT is a big place. സോ MBA മാത്രമല്ല. നൗ ആഡിങ് ഓൺ ടു ദാറ്റ്, നമുക്ക് തേർഡ് സെമസ്റ്ററിൽ മൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നമ്മുടെ അറിയാലോ, NPTEL സ്വയത്തിന്റെ ഒക്കെ മൂക്ക് കോഴ്സ് എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ കരിക്കുലം. ഈ കോഴ്സിന് പകരം യു ക്യാൻ ഓൾസോ ടേക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോഴ്സസ്. യു ക്യാൻ റീച്ച് ഔട്ട് ടു ദ ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് യു ഹാവ് നിയർ ബൈ. യു ക്യാൻ പിക്ക് എ കോഴ്സ് ഫ്രം ദം വിച്ച് എവർ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. മേ ബി ഒരു ടെക്നിക്കൽ കോഴ്സ് ആയിരിക്കാം, ഒരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സ് ആയിരിക്കാം. ഇനി ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും say for example data analytics course ആയിരിക്കാം. So you can pick any course that is being offered in the departments nearby, and you can add that to your academic bank, so that അതിന്റെ കൂടി ക്രെഡിറ്റ് എടുത്തിട്ടായിരിക്കും നമുക്ക് MBA award ചെയ്യുന്നത്. So that is one amazing opportunity, because especially when it's people coming from the IT or the tech background who want to maybe further reinforce their technical skills, അവർക്ക് ഇവിടുത്തെ BTechന്റെയും MTechന്റെയും ഒക്കെ എക്സ്പേർട്ട് ഫാക്കൽറ്റിനെയും അവിടുത്തെ കോഴ്സുകളും യൂട്ടിലൈസ് ചെയ്യാനും ലെവറേജ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻട്രൽ ലൈബ്രറി, അതുപോലെ നമ്മുടെ സ്പോർട്സ് ഫെസിലിറ്റീസ്, ബാക്കി എല്ലാ കാര്യങ്ങളും വാട്ട് എവർ യു ഹാവ് ഇൻ എൻ യൂണിവേഴ്സിറ്റി, ഇറ്റ്സ് ഹ്യൂജ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഐ വുഡ് സേ ദ ബെസ്റ്റ് ചോയ്സ് ഇസ് SMS CUSAT. നൗ ആഡിങ് ഓൺ ടു ദാറ്റ്, SMS CUSAT-ലേക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്ന പ്ലേസ്മെന്റ്സ് ഉണ്ട്. സോ വാട്ട് ദേ ഡു ഇസ് നോർമലി ആ പെർട്ടിക്കുലർ കമ്പനി, ഇറ്റ്സ് എ ഹ്യൂജ് കമ്പനി, ആ പെർട്ടിക്കുലർ കമ്പനി നെവർ ഡസ് പ്ലേസ്മെന്റ്സ്. അവർ PPO മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇന്റേൺഷിപ്പ് ത്രൂ PPO മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. വി വെയർ ഏബിൾ ടു പിച്ച് ടു ദം, വി വെയർ ഏബിൾ ടു ഗെറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദം. നമ്മൾ പിച്ച് ചെയ്തു, നമ്മൾ പ്രസന്റേഷൻ ഒക്കെ ചെയ്തു, ആൻഡ് ദേ വെർ പ്രെറ്റി ഇംപ്രസ്ഡ്. ആൻഡ് ദിസ് ഇയർ they came down to SMS CUSAT, and this was the first placement that they ever offered to any college, direct placements. One of the reasons why this company particularly chose to come down to SMS for a placement first time ever in their history is because the quality of the placements, obviously, the quality of the pool, obviously, the students in a pool, I believe it's a pretty high quality pool that we have here. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, the way we positioned ourselves, the way we presented, the way we made our pitch, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഓൾ ഓഫ് ദീസ് പുട്ട് ടുഗദർ നമ്മുടെ ലെഗസി, നമ്മുടെ ബ്രാൻഡ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. So these are the factors that I would say which would make somebody choose CUSAT or not choose CUSAT. So placements in the ഒരു ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അക്കാഡമിക്സിന്റെ വൺ മോർ തിങ്, നമുക്ക് എല്ലാ 3 years നടക്കുന്ന ഒരു അക്കാഡമിക് സിലബസ് റിവിഷൻ ആണ്. സോ ദിസ് ഇയർ 2024-26 ബാച്ചിന് പുതിയ സിലബസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ വണ്ടർഫുൾ സിലബസ് ദാറ്റ് when I looked into it, വളരെ അപ്ഡേറ്റഡ് ആണ്. കുറെ കൂടി ഒരു MBA, ഒരു ജനറൽ മാനേജർ അറിയേണ്ട കുറെ കാര്യങ്ങൾ ജനറൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഐ മീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
apart from the specialization that we have. So second year വരുമ്പോൾ നമ്മൾ കോർ സ്പെഷ്യലൈസേഷനിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഇയറിൽ when we lay the foundation of MBA, there are certain things that we need to learn and study. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറെ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയ റിവിഷൻ വന്നിട്ട് ആൻഡ് ദിസ് ഹാപ്പൻസ് എവറി 3 years. സോ എവറി 3 year ഇങ്ങനെ ഒരു അക്കാഡമിക് സിലബസ് റിവിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ you get to stay adapt with the changing trends of the industry. So all of these factors put together. Now, if you ask me, if there is a particular sector segment who shouldn't come to SMS Kusat, I would say, I'll just give you some facts, അല്ലെങ്കിൽ some statistics. നമ്മൾക്ക് വരുന്ന ആവറേജ് ഏജ് എന്ന് പറയുന്നത് 23 അല്ലെങ്കിൽ 23.8 ആയിരുന്നു ഞങ്ങളുടെ ഇയറിൽ, 22.9 സംതിങ് ആണ് ഇപ്പോഴത്തെ ജൂനിയർ ഇയർ എന്ന് പറയും. സോ നമ്മളൊരു ആവറേജ് ഏജ് വെച്ച് നോക്കുമ്പോൾ the only thing that I have found is അത്യാവശ്യം കുറച്ചൊരു 5+ years എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കൂടുതൽ പ്ലേസ്ഡ് ആയി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരു എല്ലാം കുറച്ച് കൂടുതലായിരിക്കും അല്ലെ? എക്സാക്ട്ലി. ഒന്നാമത്തെ കാര്യം സ്റ്റുഡൻസിന്റെ എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും കാൻഡിഡേറ്റ്സിന്റെ, ഡെഫിനറ്റ്ലി ഇൻ ടേംസ് ഓഫ് പേ, ഇൻ ടേംസ് ഓഫ് ദ പ്രൊഫൈൽ ദാറ്റ് ദേ ആർ ലുക്കിംഗ് ഫോർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കമ്പനീസ് ഓൾസോ വാണ്ട് ഫ്രഷർ ഹയറിംഗ്, അല്ലെങ്കിൽ ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു എൻട്രി റോളിലേക്കുള്ള ഹയറിംഗ് ആണ് കമ്പനീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. That is why they look at a pool where they can have access to അത്ര കണ്ടീഷൻഡ് അല്ലാത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രൊഫഷണൽസിനെ അവർ നോക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. കാരണം അങ്ങനെയാണ് കമ്പനീസ് ഇത്രയും നാൾ ഹിസ്റ്റോറിക്കലി നടന്നിരിക്കുന്നത്. ലെറ്റ് സി, മേ ബി ഗോയിങ് ഫോർവേഡ് അതിലൊരു ഒരു ട്രെൻഡ് ചേഞ്ച് വരാനോ അല്ലെങ്കിൽ ഇത് നോക്കാത്ത പുതിയ കമ്പനീസിനെ കൊണ്ടുവരാനോ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് കുഡ് ബി ഓൾട്ടർഡ്. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ ഇഫ് യു ആർ വെൽ അബവ് ഒരു 28-നൊക്കെ ഒരുപാട് മുകളിലേക്കാണ് പ്രായം എന്നുണ്ടെങ്കിൽ Kusat SMS would be the best option for you. കാരണം ഇവിടെ വരുന്ന മിക്ക കമ്പനീസും ഒന്നാമത്തെ കാര്യം ഏജ് ഒരു ബാരിയർ ആക്കി ഫിക്സ് ചെയ്യാറുണ്ട്. ഒരു 26, 27 ഒക്കെ വരെയാണ് അവർ കൂടുതലും കാൻഡിഡേറ്റ്സിന് എടുക്കാറ്. സെക്കൻഡ് തിങ് ഇസ് എക്സ്പീരിയൻസ്. ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ് ഓവർ ആൻഡ് അബവ് 5+ years വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അൺലെസ് യു ആർ ലുക്കിംഗ് ഫോർ എ ഡൈനമിക് ചേഞ്ച്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച്, നമ്മൾ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ജോബ് റോൾ ചേഞ്ച് ചെയ്യാണ്. ഇഫ് യു വെർ 5 years into technical and now you are taking up a sales role and that you like a fresher, you are ready for that, come over to Kusat, no problems, no worries. പക്ഷെ even when I say this, നമുക്ക് 30-31 years ഉള്ള അല്ലെങ്കിൽ 7+ years എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോലും വളരെ നല്ല പാക്കേജസിൽ 8.5, 9 പാക്കേജസിലൊക്കെ പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട് ഇത്തവണ. സോ ദോസ് ആർ ഓൾ എക്സെപ്ഷൻസ് ഐ വുഡ് സേ. ജനറലി കമ്പനീസ് വരുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് കുറെ കൂടി എൻട്രി ലെവൽ റോൾസിലേക്കുള്ള സ്റ്റുഡൻസിനെയാണ്. സോ ഇഫ് യു ആർ വെരി ambitious about the role that you want to do right after your MBA, I'm not saying that people shouldn't be ambitious, but if you are very ambitious about what you want to do just after MBA, I think SMS Kusat is not the best option. Also, touching upon the cons, ഇത്രയും നേരം ഞാൻ പ്രോസ് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. If you want to know about the cons, definitely it's a government institution. So first of all, lack of infrastructure. Lack എന്ന് ഞാൻ പറയില്ല, we have a decent infrastructure, but when you compare it with other B schools in and around Kerala, നമുക്ക് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ച് ലാക്കിംഗ് ഉണ്ടായേക്കാം. Why? Because we are a government funded institution and we have our own limitations with regard to capability. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി there is no spoon feeding here. There is no system that would make you an MBA. There is no process that makes you an MBA. So if you want to become an MBA, if you want to become a manager, if you want to have the feeling that you have actually transitioned within the 2 years, that is entirely upon how much dedicated you are towards the next. Because I have personally seen and experienced people who have this drive. So first year വരുമ്പോൾ he was at point X, second year വരുമ്പോൾ he is at point Y. 2 വർഷം കൊണ്ട് അവർക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റിഡൻഡന്റ് ആയിട്ട് സെഡൻഡറി ആയിട്ട് ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പീപ്പിൾ ഹു ഈവൻ ഡ്രോപ്പ് ഫ്രം ദിയർ എക്സിസ്റ്റിംഗ് ലെവൽസും കണ്ടിട്ടുണ്ട്. വൈ? ബിക്കോസ് ദർ ഇസ് നോ റീഇൻഫോഴ്സ്മെന്റ് സിസ്റ്റം, ദർ ഇസ് നോ ഫീഡിംഗ് സിസ്റ്റം, റൈറ്റ്? അപ്പോ ഇഫ് യു ഡോണ്ട് അച്ചീവ് സോ ആൻഡ് സോ ബൈ ദിസ് പെർട്ടിക്കുലർ ടൈം പീരീഡ് നിങ്ങൾ എക്സ്പെൽഡ് ആവുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പണിഷ്മെന്റ് എന്നോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. So which gives you the liberty to actually pick up something and do what you're interested in. Some people make use of it. ചില ആളുകൾ അവര് ലെഷറിലേക്കും അവരുടെ എന്താ പറയാ റിലാക്സേഷനിലേക്കും പോകും. So that is one major factor. Come here only if you're motivated enough, only if you have time and the efforts to invest in yourself. അല്ല നമുക്ക് ജസ്റ്റ് ഒരു MBA കിട്ടി പ്ലേസ്ഡ് ആയി പോവാന്നുള്ളതാണെങ്കിൽ
SMS QSAT is just like any other MBA college in Kerala. So this need not be your best option. Thank you, Faiz. So, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ടു ബി ഓണസ്റ്റ് ദിസ് ഇസ് എ കൺഫെഷൻ ആസ് വെൽ. സോ അറൌണ്ട് 2 years മുന്നെയാണ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അത് തുടങ്ങുന്ന ആ ഒരു ടൈമിലൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഇടാന്ന് വിചാരിച്ച് യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ ഇനിഷ്യൽ വീഡിയോസ് കണ്ടാൽ അറിയാം ഇത് കാണുന്നവർക്ക്. സോ ഐ വാസ് മോസ്റ്റ്ലി പുഷിംഗ് ദാറ്റ് ഇഫ് യു ഡു എൻ MBA, ഡു ഇറ്റ് ഫ്രം ദി ടോപ്പ് 10 B schools in India, and that's the only thing that will make sense എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ over the past 2 years, having dealt with a lot of aspirants, having talked to a lot of B schools and students, what I could understand is, ഒന്ന് ഞാൻ ഫായിസെ തന്നെ ഈ ഒരു ഇതിൽ കോളിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണം ഇപ്പൊ ഫായിസ് അവിടെ കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പോയി, കേരളത്തിലെ ഒരു മികച്ച B സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. ഹി സ്റ്റാർട്ടഡ് അപ്പ് ആൻഡ് ഹി ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഫൈനലി ഹി ഗോട്ട് ദി ബെനിഫിറ്റ്സ് ഓഫ് ദി സെയിം. സോ നിങ്ങൾ ഈ ബ്രാൻഡ് മാത്രം വെച്ചിട്ട് വെറുതെ ഒന്ന് ഒരു കോളേജ് കയറിയിട്ട് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എത്തിച്ചു തരും എന്നുള്ളത് won't happen outside ഒരു ടോപ്പ് 10-15. ടോപ്പ് 10-15 ചിലപ്പോൾ നിങ്ങൾ കയറിയ, അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IIT കയറിയാൽ പിന്നെ നിങ്ങൾ കുറെയൊക്കെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഫോർ ദി ബ്രാൻഡ് a lot of people might be recruiting you. That will not happen. പക്ഷെ at the same time, if you are ready to put in the efforts, there are these gem colleges. Say for example UBS, University Business School Chandigarh, അല്ലെങ്കിൽ ഇപ്പൊ മുംബൈയിലാണെങ്കിൽ സിംസ്ബി അവരുടെ സിഡനാം ബിസിനസ് സ്കൂൾ, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ക്യുസാറ്റ് പോലുള്ള ബി സ്കൂൾസ് വന്നു കഴിഞ്ഞാൽ. സോ ഫായിസ് ഇസ് ആൻ എക്സാമ്പിൾ ആസ് വെൽ. ദാറ്റ്സ് വൈ ഐ വാസ് പുഷിംഗ് ഫോർ ഫായിസ് ഫോർ ദി വീഡിയോ, ബിക്കോസ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യു ഹാവ് ടു ബി മോട്ടിവേറ്റഡ്. ഇപ്പൊ നിങ്ങൾ വെറുതെ പോയിട്ട് ഒരു നെയിം സേക്ക് ഡിഗ്രി പേപ്പർ കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ മേക്ക് മച്ച് യൂസ് ഓഫ് ദി ഡിഗ്രി. ഐ മീൻ മേ ബി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നുണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം സ്പേസസ് ആണ് വേർ യു ക്യാൻ എക്സ്പ്ലോർ. ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പൊ ഫായിസ് പറഞ്ഞ പോലെ യു ആർ ഗിവൺ കംപ്ലീറ്റ് ഫ്രീഡം, യു ക്യാൻ ഡു വാട്ട് എവർ വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാം, മോശമായിട്ട് ചെയ്യാം, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബി സ്കൂൾ ആണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പെർട്ടിക്കുലർലി ചെയ്യാൻ ഉള്ള കാര്യം. ഞാൻ കേരളത്തിൽ ആകെ 2 കോളേജസ് ചെയ്തിട്ടുള്ളൂ. NIT കാലിക്കറ്റ് ഇപ്പൊ ഒരു കഴിഞ്ഞ 2 മാസം മുന്നേ ചെയ്തു, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് എൻക്വയറീസ്. ആൻഡ് ദെൻ ക്യുസാറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഐ ഫീൽ ലൈക്ക് ദർ ഇസ് ദിസ് പ്ലാറ്റ്ഫോം ഔട്ട് ദർ. But if you are coming in, you will have to put in the efforts. And if you can put in the efforts, I think our platform out there, you just have to utilize that. And Faiz is a great example as well. And thanks a lot, Faiz, കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ട് നമുക്ക് നിങ്ങളുടെ പ്ലേസ്മെന്റ്സിനെ കുറിച്ചും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഒന്ന് ദാറ്റ് ഓൺ എ സാറ്റർഡേ മോർണിംഗ്. So thanks a lot, Faiz, for being with us. Yeah. And then thank you, Sahil, for giving me this opportunity. We were also able to catch up after a long while, so Yeah, exactly. it was actually good.